Soccer Land Cuts. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോക്കർ ലാൻഡ് കട്ട്സ്. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഏറ്റവും പരിശുദ്ധിയും ആത്മാർത്ഥതയും സത്യസന്ധതയുള്ള മാധ്യമധർമ്മം ചെയ്യുന്ന ഒരു ന്യൂസ് ചാനലിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കേരള ക്രൈം ബ്രാഞ്ച് ഇത്രയും നാൾ അന്വേഷിച്ച് ഒരു വശത്തായി അവസാനം ഇല്ല, ഇയാൾ ചത്തുപോകാൻ ചാൻസ് ഉണ്ട്, ഇയാൾ ചത്തുപോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് കേസ് ഫയൽ ചെയ്ത ക്ലോസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ അടച്ചു വെക്കാൻ നിൽക്കുന്ന സമയത്ത് ആണ് നമ്മുടെ നാട്ടിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ന്യൂസ് ചാനൽ പറയുന്നത്, ഇല്ലില്ലില്ലില്ല ഏമാനെ അങ്ങനെയൊന്നും അടച്ചു വെക്കണ്ട, സുകുമാരക്കുറുപ്പ് ഇപ്പോഴും ജീവനോടെ ഉണ്ട്, ഫോട്ടോ വേണം ഞങ്ങൾ ഇപ്പോൾ തരാം. അങ്ങനെ സുകുമാരക്കുറുപ്പിൻ്റെ ഫോട്ടോ ബ്രൂണയിൽ നിന്ന് ഫ്രഷ് ആയിട്ട് നല്ല കലക്കൻ HD ഫോട്ടോ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വെച്ച് കുറേ മീമുകൾ, അത് വെച്ച് കുറേ വീഡിയോകൾ, കുറുപ്പ് സിനിമയെ പോപ്കോൺ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു, സുകുമാരക്കുറുപ്പ് ദുൽഖർ സൽമാൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കുന്നു, സുകുമാരക്കുറുപ്പ് ക്രൂസ് ഷിപ്പിൽ കയറി പോകുന്നു. ആഹാ, അങ്ങനെ 2-3 ദിവസമായിട്ട് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് ആഘോഷരാവാണ്. ഒരു സൈഡിൽ നേപ്പാളിലെ ദുരന്തം എന്തോ നമുക്ക് പിന്നെ ഒരു ദുരന്തമായി പോയി, പാവം അവിടുത്തെ ജനങ്ങളെല്ലാം പെട്ടുപോയി. ഇപ്പുറത്താണെങ്കിലോ ആൾക്കാർ മസാലയുള്ളൊരു വിഷയം തപ്പി നടക്കുകയല്ലേ. അപ്പോഴാണ് നമ്മുടെ സുകുമാരക്കുറുപ്പിൻ്റെ വരവ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഫേമസ് ആയിട്ടുള്ള ഈ മാധ്യമം പറയുന്നത്, സുകുമാരക്കുറുപ്പ് ഇപ്പോഴും ജീവനോടെയുണ്ട്, 1946 ജനിച്ച് ഏകദേശം 80 വയസ്സുള്ള സുകുമാരക്കുറുപ്പ് ഇപ്പോഴും നല്ല വടി പോലെ നടക്കുന്നതെന്ന് പറയുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ സുകുമാരക്കുറുപ്പിനെ വളരെ സീരിയസ് ആയിട്ട് ചികിത്സിച്ചു എന്ന് പറയുന്ന രത്നമ്മ എന്നുള്ള സിസ്റ്റർ, അത് ഏതൊരു ആശുപത്രിയിൽ സുകുമാരക്കുറുപ്പിനെ ചികിത്സിച്ചു, വളരെ അത്യാസന്ന നിലയിൽ ചികിത്സിച്ചു എന്ന് പറയുന്ന രത്നമ്മ സിസ്റ്ററും, അതുപോലെ തന്നെ പണ്ട് തൊട്ടേ ഹൃദ്രോഗത്തിനും അതുപോലെ തന്നെ ഡയബറ്റീസിനും ഇദ്ദേഹത്തിന് ശരീരത്തിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡോക്ടർമാരൊക്കെ പൊട്ടന്മാർ. 80 വയസ്സിൽ സിവിയർ ആയിട്ടുള്ള ഹൃദ്രോഗവും ഡയബറ്റീസും വെച്ച് പുഷ്പം പോലെ പൂട്ടുപോലെ പാട്ടും പാടി നടക്കുന്ന നമ്മുടെ സുകുമാരക്കുറുപ്പ് എന്നാണ് പുതിയ കണ്ടുപിടുത്തം. നമുക്കറിയില്ല, ഇപ്പോൾ പുതിയ മാധ്യമധർമ്മങ്ങൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ക്രൈം ബ്രാഞ്ച് കറക്റ്റ് കേസ് ക്ലോസ് ചെയ്യാനും ആ ന്യൂസ് അറിയിക്കാനും അപ്പോൾ തന്നെ പുതിയ ന്യൂസ് വരാനും എല്ലാവരും കോൺഫിഡൻസ് ആയിരിക്കും, അല്ലേ? ആയിരിക്കും, മിക്കവാറും ഒരു കോൺഫിഡൻസ് തന്നെ ആയിരിക്കും. അല്ലാതെ വേണം വെച്ചിട്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ന്യൂസ് ഉണ്ടാക്കും. കേസ് ക്ലോസ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടണം എന്നുള്ള ലക്ഷ്യത്തോടെ ഇങ്ങനത്തെ ഫേക്ക് ന്യൂസ് ആരും കൊടുക്കും. എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അങ്ങനെ കാര്യം ചെയ്യും. അതാണ് മാധ്യമധർമ്മം. എന്തായാലും മരിച്ചുപോയി എന്ന് പറഞ്ഞ് ക്രൈം ബ്രാഞ്ച് ക്ലോസ് ചെയ്യേണ്ട ആ കേസ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഫേമസ് ആയിട്ടുള്ള ഈ ഞാൻ പേര് പറയാത്ത മാധ്യമ ചാനൽ തട്ടിയെടുത്തുകൊണ്ട് ആരാണ് സുകുമാരക്കുറുപ്പ്, എന്തൊക്കെയാണ് സുകുമാരക്കുറുപ്പ് ചെയ്തത് എന്നറിയാത്ത ജൻസികൾക്ക് സുകുമാരക്കുറുപ്പിനെ പറ്റി അറിഞ്ഞിട്ടുണ്ടാകും. അങ്ങനത്തെ ഒരു പ്രയോജനമാണ് ഈ മാധ്യമ വാർത്ത ന്യൂസ് ചാനൽ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ന്യൂസ് ചാനൽ കൊണ്ടുവന്ന ന്യൂസ് ഫേക്കാണെന്ന് അവർ ഇതുവരെയായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്, ഇതുവരെയുള്ള അറിവ്. അപ്പോൾ ആ ഫോട്ടോയിൽ കാണിക്കുന്ന ആൾ ഒരു തൃശ്ശൂരുകാരൻ ഒരു വ്യാപാരിയാണെന്നാണ് കേൾക്കുന്നത്. ബാക്കിയൊക്കെ നമുക്ക് കണ്ടറിയാം. ഇനിയിപ്പോൾ ഒരു നേരിട്ട് പോയി ബ്രൂണയിൽ പോയി സുകുമാരക്കുറുപ്പിനെ പിടിച്ചുകൊണ്ട് വന്ന് ക്രൈം ബ്രാഞ്ചിൻ്റെ കൊടുക്കുമെന്ന് നമുക്കറിയാലോ. എന്തായാലും കാത്തിരുന്ന് കാണാം.